എല്ലാ പ്രേക്ഷകർക്കും ഹെവൻലി മെലോഡീസിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം. നമ്മൾ പാട്ട് പാടുമ്പോഴും പാട്ട് കേൾക്കുമ്പോഴും നാം എന്താണ് ചെയ്യുക? നമ്മൾ കർത്താവിനെ സ്തുതിക്കുകയാണ്. അതുകൊണ്ടാണ് ധ്യാനത്തിലൊക്കെ നമ്മൾ ടോക്കിൻ്റെ ഇടയ്ക്കൊക്കെ നമ്മൾ പാട്ട് കേട്ട് കൈകളടിച്ച് കർത്താവിന് സ്തുതികൾ അർപ്പിക്കുകയാണ്. മാലാഖാമനോട് ചേർന്ന് നമ്മൾ ആ ഒരു അനുഭവം പങ്കുവയ്ക്കുകയാണ്. സ്നേഹം നിറഞ്ഞവർ, ഇന്നേ ദിവസം നിരവധി പാട്ടുകളിലൂടെ കർത്താവിന് സ്തുതികൾ അർപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അനുഗ്രഹീത ഗായിക നമ്മുടെ കൂടെയുണ്ട്. സിസ്റ്റർ ഇൻസി SD. സ്വാഗതം സിസ്റ്ററെ. സിസ്റ്ററിനെ ഒരുപാട് ദൈവം അനുഗ്രഹിക്കുന്നുണ്ട്. സിസ്റ്ററിൻ്റെ പാട്ടുകളെല്ലാം ഞാൻ കേൾക്കുന്നുണ്ട്. ഞാൻ പറയാൻ വ്യക്തമായിട്ട് കാരണം സിസ്റ്റർ മലയാളം, ഹിന്ദി, തെലുഗു, കന്നഡ പല ലാംഗ്വേജിലാണ് സിസ്റ്റർ പാടിയിട്ടുള്ളത്, നിരവധി പാട്ടുകൾ. അപ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ എത്രത്തോളം ദൈവം സിസ്റ്ററിനെ അനുഗ്രഹിക്കുന്നുണ്ടെന്ന്. അപ്പോൾ ദൈവത്തിന് നന്ദി പറയുന്നു. ദൈവത്തോട് ചേർന്ന സിസ്റ്റർ, ഞാനിപ്പോൾ ആമുഖത്തിൽ പറഞ്ഞ പോലെ, സ്തുതികൾ അർപ്പിക്കുവാൻ കാണിക്കുന്ന മനസ്സ്, ദൈവവചനം പാടിക്കൊണ്ട് ദൈവത്തെ സ്തുതികൾ അർപ്പിക്കുവാനും എല്ലാവരും ചേർത്ത് പിടിക്കുവാനുള്ള വലിയ മനസ്സ്, നന്ദി പറയുകയാണ്. നമുക്ക് എപ്പിസോഡിൻ്റെ ആരംഭത്തിൽ തന്നെ ഒരു കന്നഡ പാട്ട്, വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു കന്നഡ പാട്ട് സിസ്റ്റർ പാടിയത്, ആ പാട്ടൊന്ന് പാടാമോ? ഓക്കെ.
അതൊരു അത്ഭുതമാണ്. ഞാൻ ചോദിക്കുകയാണ്, സിസ്റ്റർ ലാംഗ്വേജ് അറിയാമെന്നാണോ കന്നഡ? അറിയില്ല അച്ഛൻ. ഒരു വാക്ക് പോലും ഇപ്പം ആദ്യമായിട്ടായിരിക്കും അല്ലേ ഇത് ഒരു ലാംഗ്വേജ് നമ്മൾ ആദ്യം സംസാരിച്ച് തുടങ്ങുന്നത്. അപ്പോൾ അതിനു മുമ്പായിട്ടൊരു പാട്ടായിട്ടൊക്കെ പാടുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായും ദൈവ അനുഗ്രഹമാണ്. ഇതിൻ്റെ എങ്ങനെയാണ് ഇതിലേക്ക് വന്നത്, ഈ ഒരു കന്നഡ ഗാനം? ഇത് ആരാണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചതും സിസ്റ്ററിനെ കൊണ്ട് പാടിച്ചത്? പക്ഷേ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ വൈറലായ ഒരു പാട്ടാണ്, ഞാൻ കേട്ടിട്ടുണ്ട്. അസാധ്യമായിട്ട് നല്ല രസമാണ് കേട്ടിരിക്കാൻ. അപ്പോൾ ഞാൻ ഓർക്കുവാണ്, ഒരു ലാംഗ്വേജ് പോലും അറിയാതെ സിസ്റ്ററിന് ഇത് ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹമാണ് കേട്ടോ സിസ്റ്റർ. കാരണം പല ലാംഗ്വേജ് പാടുക എന്നുള്ളത്, അപ്പോൾ അവർക്ക് പ്രത്യേകിച്ച് കന്നഡ മക്കൾക്ക്, ദൈവമക്കൾക്ക്, അവർക്ക് എത്രത്തോളം ഈ ഒരു ഗാനത്തിലൂടെ, ഇത് ആരാധന ഗാനമാണല്ലോ, ആരാധന, അവർക്ക് എത്രത്തോളം ആരാധിക്കുവാനായിട്ട് സിസ്റ്റർ വഴിയായിട്ട് സാധിച്ചു. ഇതിൻ്റെ ഒരു അനുഭവം ഒന്ന് പറയാം. ഇത് ബെൽത്തങ്ങാടി രൂപതയിലെ ഫാദർ ജോസഫ് മുക്കാട്ട് അച്ഛൻ്റെയാണ് പാട്ടുകൾ. ഇപ്പം ഞാൻ 4 കന്നഡ പാട്ടുകൾ പാടി. 4 പാട്ടും അച്ഛൻ്റെ പാട്ടുകളാണ്. അപ്പോൾ ആദ്യത്തെ പാട്ട് തന്നെ പാടിയപ്പോൾ എൻ്റെ പ്രൊനൗൺസിയേഷനൊക്കെ ശരിക്കും നന്നായിരുന്നു എന്നൊക്കെ മറ്റുള്ളവർ പറഞ്ഞപ്പോൾ നമുക്കൊന്നും കൂടി ഒരു കൂടുതൽ പാടാനായിട്ടില്ലെങ്കിൽ ആദ്യം പാടിയ ഇതെൻ്റെ ഫസ്റ്റ് പാട്ട്, കന്നഡ പാട്ട്. നല്ല ക്ലാരിറ്റിയിൽ പാടി. അപ്പോൾ എല്ലാവരും നന്നായിട്ടൊക്കെ, അതായത് കന്നഡക്കാർ തന്നെ പറഞ്ഞു കേൾക്കുമ്പോൾ നമുക്കൊരു സന്തോഷം. നമ്മൾ ഈ കമൻസൊക്കെ നോക്കുമ്പോഴത്തേക്ക് നമുക്കത് എന്തോരം ആൾക്കാർ അതിനെ ഉൾക്കൊണ്ടു, അല്ലെങ്കിൽ അങ്ങനെ കാണുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ഒരു സന്തോഷം. അപ്പം അങ്ങനെയാണ് ഇങ്ങനെ അത് കഴിഞ്ഞു അച്ഛൻ്റെ 1-2 പാട്ടുകൾ വന്നപ്പോൾ അച്ഛനിങ്ങനെ പ്രൊവിൻഷ്യലിനോട് ചോദിച്ചു. അപ്പോൾ അങ്ങനെ അനുവാദമൊക്കെ കിട്ടി. അങ്ങനെയാണ് പിന്നീടും പാട്ടുകൾ പാടാനിടയായത്. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ അവിടെയുള്ള ആൾക്കാർ തന്നെ നമ്മളോട് ഇങ്ങനെ പറയുമ്പോൾ ഭയങ്കര സന്തോഷം. ഈ അച്ഛൻ്റെ ലിറിക്സ് ആണോ അതോ മ്യൂസിക്കും? മ്യൂസിക്കാണ് അച്ഛൻ്റെത്. 4 കന്നഡ പാട്ടും അച്ഛൻ്റെ മ്യൂസിക്കാണ് അല്ലേ? അച്ഛൻ്റെ മ്യൂസിക്കായിരുന്നു 4 പാട്ടും. അപ്പം എനിക്ക് കുറച്ചും കൂടി സന്തോഷമായി. കാരണം പാട്ട് പാടുക എന്നുള്ളത് നമ്മളിങ്ങനെ വെറുതെ ഒരു എന്താണ്, മറ്റുള്ളവരെ നമ്മുടെ പാട്ടിനെ സ്നേഹിക്കാൻ വേണ്ടിയല്ലല്ലോ. അപ്പോൾ അത് കുറേ പേരത് കേൾക്കുന്നു, അല്ലെങ്കിൽ അവർക്ക് ഈശോയെ അനുഭവിക്കാൻ പറ്റുന്നു എന്നുള്ളതാണ് നമ്മുടെ ഒരു വിജയം. അവർക്ക് അത്രയും പേർക്ക് ഈശോ കൊടുക്കാൻ പറ്റുന്നതിൻ്റെ വലിയ ഒരു സന്തോഷം. പ്രത്യേകിച്ച് ഞാൻ ഈ പാട്ടൊക്കെ പാടാൻ തുടങ്ങിയ സമയത്ത് ഓരോ വർഷം ചെല്ലുന്തോറും സംശയമാണ്. കാരണം ഞങ്ങളുടെ ഒരു ക്യാരിസം എന്ന് പറയുന്നത് അഗതി ശുശ്രൂഷയാണ്. അപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇത് ചെയ്യുമ്പോൾ ഉള്ളിലൊരു അസ്വസ്ഥത ഉണ്ടായിരുന്നു. പക്ഷേ ഇത് അധികാരികൾ അനുവദിച്ചിട്ട് തന്നെയാണ് ചെയ്യുന്നതെങ്കിൽ പോലും ഈശോയെ നിന്റെ ഇഷ്ടം ഇത് തന്നെയാണോ എന്നൊരു ചോദ്യം ഇടയ്ക്ക് ഇങ്ങനെ വന്നു പോകാറുണ്ട്. ഇഷ്ടമാണ്, കാരണം സ്തുതികൾ കൊടുക്കുവാണല്ലോ, അത് നല്ല വോയിസിലൂടെ. അത് അധികാരികളും എല്ലാം അതാണ് സപ്പോർട്ട് ചെയ്യുന്നത്. കാരണം ഈ വോയിസ് ഈശോയുടെയാണ്, അത് അവൻ്റെ മക്കളിലേക്ക് എത്തണം, അതാണ് സംഭവിക്കുന്നത്. അതെ അച്ഛാ. അപ്പം എനിക്ക് കന്നഡയിലൊക്കെ ഈ പാട്ട് പാടിയപ്പോൾ അത് ഒത്തിരി പേര് അങ്ങനെ അതിനെ സ്വീകരിച്ചപ്പോഴൊക്കെ നമുക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. അപ്പം അവർക്കും കൂടെ നമ്മൾ എന്താണ് ശരിക്കും മിഷൻ പ്രവർത്തനം എന്നൊക്കെ പറയുമ്പോൾ മിഷനിൽ പോയില്ലേലും ഇവിടെ ഇരുന്ന് പുറത്തുള്ളവർക്ക് ഈശോയെ കൊടുക്കാൻ പറ്റിയപ്പോൾ അവരുടെ ഭാഷയിൽ അവർക്ക് ദൈവത്തെ കൊടുക്കാൻ പറ്റിയപ്പോൾ ഭയങ്കര ഒരു സന്തോഷമുണ്ട്. ഈ കന്നഡ പാട്ട് അതുപോലെ വ്യത്യസ്ത ലാംഗ്വേജ് പാടിയിട്ടുണ്ട്. കന്നഡ പാട്ടൊക്കെ ആദ്യം വരുമ്പോൾ ഒരു ഭയം വല്ലതും തോന്നിയായിരുന്നോ? അയ്യോ കന്നഡ അതെങ്ങനെ പാടും, അങ്ങനെ എന്തെങ്കിലും ഒരു? കുറച്ച് പേടി എനിക്ക് തോന്നിയായിരുന്നു. ഞാൻ അങ്ങനെ ലാംഗ്വേജുകൾ പഠിക്കാൻ അത്ര മിടിക്കുകയല്ല. എന്നാലും അച്ഛൻ്റെ ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. അച്ഛന് പറ്റും, പാടാൻ പറ്റും എന്നൊക്കെ അച്ഛനിങ്ങനെ. അപ്പോൾ ഇത് അച്ഛൻ UK അപ്പോൾ അവിടെ ഇരുന്നിട്ട് ഓൺലൈനിലാണ്. ഇപ്പോൾ റെക്കോർഡിങ് സ്റ്റുഡിയോയിലുള്ളവർക്കും മലയാളം അറിയാവുള്ളൂ. അപ്പം ഞാൻ ഗീതം സ്റ്റുഡിയോ, നമ്മുടെ തമ്മനത്തുള്ള ജിൻഡോ ചേട്ടൻ്റെ സ്റ്റുഡിയോയിലാണ് ഇത് പാടുന്നത്. അപ്പോൾ ജിൻഡോ ചേട്ടനും കന്നഡ അറിയില്ല. അപ്പോൾ അച്ഛൻ ഓൺലൈനിൽ വന്ന് അങ്ങനെയൊക്കെയായിരുന്നു ഇത് പാടിയത്. അപ്പോൾ എനിക്ക് ശരിക്കും ദൈവത്തിൻ്റെ വലിയൊരു ഇടപെടലായിട്ടാണ് അനുഭവപ്പെട്ടത്. കാരണം അത്രയും വൃത്തിയായിട്ടത് പാടാനും. നമ്മൾ മലയാളം പാട്ട് പാടുമ്പോൾ തന്നെ വാക്കുകൾ ചിലപ്പോൾ നമ്മൾ തെറ്റ് വരുത്തും, അപ്പോൾ അവർ കറക്റ്റ് ചെയ്യും. അതുപോലെ അതിനേക്കാൾ എത്രയോ അറിയാത്ത ലാംഗ്വേജ് പാടുമ്പോൾ അത് ക്ലാരിറ്റി പാടുക എന്നുള്ളതാണ്. തെളിച്ച് പാടുക നല്ല വൃത്തിയാണ്. അതല്ല കമൻറ്റ്, സൂപ്പർ കമൻറ്റ്, നല്ല രീതിയിലാണ് അവരുടെ തന്നെ കമൻസുകൾ വന്നത്. അപ്പോൾ അതാണ് എൻ്റെ ഒരു പെർഫെക്ഷൻ എന്ന് പറയുന്നത്. അതെ അതെ, മലയാളികൾ കാണുന്നതിലും കൂടുതൽ കന്നഡക്കാർ ഈ പാട്ട് കേട്ടു എന്നുള്ളതാണ്. അപ്പോൾ ഒത്തിരി സന്തോഷം. ഏതായാലും ഞാൻ വിടാൻ പോകുന്നില്ല. ഏതായാലും ഇനി തെലുഗു പാട്ട് പാടിയിട്ടുണ്ടെന്നറിയാം, ഹിന്ദി പാട്ട് പാടിയിട്ടുണ്ടെന്നറിയാം. അപ്പോൾ ഒരു തെലുഗു പാട്ട് ഒരു 4 വരിയെങ്കിലും ഒന്ന് പാടിത്തരാമോ? ഓക്കെ അച്ഛാ, നോക്കാം. കരുണാമയുടാനെ വച്ചിതിനി ప్రేమతో క్షణం నన్ను చూడుము అంకితం ప్రభు నీకు సర్వస్వము పాపిని నాపై
ദയ చూపుము కరుణామయుడానే వచ్చిదిని ప్రేమతో ఒక్క క్షణం నన్ను చూడుము. ഒന്നും പറയാനില്ല സിസ്റ്ററെ. ഈ ലാംഗ്വേജ് അറിയാതെ ഇത്രയും ഫീലിങ്ങോട് കൂടി പാടുക എന്നുള്ളത് സമ്മതിച്ചിരിക്കുന്നു. തെലുഗും അല്ലേ അറിയത്തില്ലല്ലോ ലാംഗ്വേജ്? തെലുഗു ഒട്ടും അറിയത്തില്ല. ഈ കന്നഡ ആണ് ആദ്യം പാടിയത് അതോ? ഞാൻ കന്നഡയാണ് ആദ്യം പാടിയത്. ഈ പാട്ട് ശരിക്കും പറഞ്ഞ അച്ഛൻ 2 ദിവസം മുമ്പ് എന്നോട് പാട്ടിനെ പറ്റി പറയുന്നു. നേരെ ഒരു MSTയിലെ ഒരു അലക്സ് അച്ഛനാണ്. അപ്പൊ നേരെ സ്റ്റുഡിയോയിൽ പോയി നിൽക്കുന്നു, അച്ഛൻ കറക്ഷൻ പറയുന്നു, പാടുന്നു. അപ്പൊ ആദ്യമായിട്ടായിരുന്നു അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് കേട്ടോ. അച്ഛൻ സ്പോട്ടിൽ ഉണ്ടായിരുന്നോ? അച്ഛൻ അവിടെ ഉണ്ടായിരുന്നു. ഓക്കെ. ഒരു കാര്യം കൂടി ചോദിക്കാനാണ്. കാരണം ഇപ്പം നിരവധി പാട്ടുകൾ വ്യത്യസ്തമായ ലാംഗ്വേജ് സിസ്റ്റർ പാടിയിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് അനുഭവങ്ങളുണ്ട്. നമുക്ക് സമയക്കുറവുള്ളതുകൊണ്ട് ഈ പാട്ടുകളിലൊക്കെ ഇങ്ങനെ നിരവധി പാട്ടുകൾ പാടിയല്ലോ. അപ്പോൾ എന്തെങ്കിലും ആയിട്ടുള്ളൊരു ഒരു അനുഭവം പറയാം, എന്തെങ്കിലും ടച്ചിങ് ആയിട്ടുള്ള ഒരു അനുഭവം പ്രേക്ഷകരോടൊന്ന് പങ്കുവയ്ക്കാം. ഞാനിപ്പോൾ റെക്കോർഡിങ് പാടി തുടങ്ങിയിട്ട് ഒരു 4 വർഷത്തോളമായി. അപ്പോൾ നമ്മൾ ഈ സ്കൂളിൻ്റെ തിരക്കുകളുടെ ഇടയിൽ നിന്ന് അവധി ദിവസങ്ങൾ എടുത്താണ് റെക്കോർഡിങ്ങിന് വേണ്ടിയൊക്കെ നമ്മൾ സമയം എടുക്കുന്നതും അങ്ങനെ പോയി പാടുന്നതൊക്കെ. അപ്പോൾ ശരിക്കും പറഞ്ഞു സ്കൂളിലായിട്ട് ഇപ്പോൾ എത്ര വർഷമായി? സ്കൂളായിട്ട് 6 വർഷം. 6 വർഷം. അപ്പോൾ കുറച്ച് സമയം, അല്ലെങ്കിൽ നമുക്കിപ്പോൾ അവധി ദിവസങ്ങളിൽ ഇപ്പം ഞായറാഴ്ച വെച്ച് ശനിയാഴ്ച ഒരു അവധി ദിവസം കിട്ടുമ്പോഴായിരിക്കും ഓടിപ്പോയി നമ്മൾ പാടാനായിട്ടും അങ്ങനെയൊക്കെ സമയം കണ്ടെത്തണം. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ പാട്ടിനെ ഇത്രയൊരു ദൈവാനുഭവമാക്കി എൻ്റെ ഉള്ളിലത് ഞാനതിനെ സ്വീകരിക്കാനായിട്ടുള്ളൊരു ചെറിയ അനുഭവം ഉണ്ടായിട്ടുണ്ട്. കാരണം ഒരു ചേച്ചി ഒരിക്കൽ എന്നെ ഇങ്ങനെ വിളിച്ചപ്പോൾ ആ ചേച്ചിയുടെ മോനിങ്ങനെ ICUവിൽ ഇങ്ങനെ ഒരു തളർന്ന് കിടക്കുന്ന ഒരവസ്ഥയിലായിരുന്നേ. അപ്പോൾ ഈ ചേച്ചി ദിവസം എവിടെയോ ആ കൊച്ചു കിടന്നിരുന്ന ഹോസ്പിറ്റലിൽ ഇങ്ങനെ ആ പാട്ട് അവരിങ്ങനെ എൻ്റെ ഏതോ ഒരു പാട്ടിങ്ങനെ വെച്ചിട്ട് കേൾക്കുമായിരുന്നു. അപ്പോൾ അപ്പോഴാണ് ചേച്ചി എൻ്റെ പാട്ടുകൾ ഇങ്ങനെ ശ്രദ്ധിച്ചു തുടങ്ങിയത്. അങ്ങനെ ആ ചേച്ചി കൊച്ചിനെ എൻ്റെ പാട്ടുകൾ തന്നെ ഇങ്ങനെ കേൾപ്പിച്ചു കൊടുക്കുമായിരുന്നു എന്ന്. അങ്ങനെ പയ്യെ കൊച്ചിന് കുറച്ച് ഇമ്പ്രൂവ്മെൻ്റൊക്കെ വന്നു. അതിനുശേഷം ഈ കൊച്ച് തളർന്ന് കിടന്നുപോയ കൊച്ചായിരുന്നേ. അപ്പം എൻ്റെ മെഡിക്കേഷനും എല്ലാം കഴിഞ്ഞ് ക്യൂറായി വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവരെന്നെ ഇങ്ങനെ വിളിക്കുവാണ്. കാരണം ചെറിയ കുട്ടിയാണ്, 4ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരുന്നൊരു കുട്ടി. അപ്പോൾ എന്നെ വിളിച്ചിട്ട് സിസ്റ്റർ ആൻറ്റി സിസ്റ്റർ ആൻറ്റിയുടെ പാട്ട് ഭയങ്കര ഇഷ്ടമാണ്. ആശുപത്രിയിൽ കിടന്ന സമയത്തൊക്കെ പാട്ട് കേൾക്കുമ്പോഴത്തേക്കും കുറേ ഈശോയെ സ്നേഹിക്കാൻ പറ്റി, കുറേ ഈശോയോട് പ്രാർത്ഥിക്കാൻ പറ്റി എന്നൊക്കെ പറയും. ഒരു ഈശോയ്ക്ക് വേണ്ടി പാടുന്ന ഒരാളെന്ന നിലയിൽ എൻ്റെ ജീവിതത്തിൽ എനിക്കിതിലും വലിയൊരു സമ്മാനം കിട്ടാനില്ല. അപ്പോൾ അത് കേട്ടപ്പോൾ ഒത്തിരി സന്തോഷമായി. അപ്പോൾ ഞാൻ ഓർത്ത് ദൈവമേ, കുറേ പേരുടെ മുമ്പിൽ വലിയ ധ്യാനം പ്രസംഗം നടത്താൻ എനിക്ക് പറ്റിയില്ലെങ്കിലും എൻ്റെ ഒരു ചെറിയ സ്വരത്തിലൂടെ എനിക്ക് ആ കൊച്ചിന് അത്രയും ഈശോയെ കൊടുക്കാൻ പറ്റിയില്ലേ. അപ്പം അങ്ങനത്തെ കുറേ കുഞ്ഞു അനുഭവങ്ങളൊക്കെ ഇങ്ങനെ ഓരോരുത്തരെ കേൾക്കാനിടയായിട്ടുണ്ട്. അതാണ് പിന്നെയും കൂടുതൽ ഇതിനൊരു ഗാന ശുശ്രൂഷ എന്നുള്ള രീതിയിൽ തന്നെ മുൻപോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഇതിലും അപ്പോൾ ഒരു ദൈവാനുഭവം ഇതിലൂടെ ഞാൻ അനുഭവിക്കാനായിട്ട് ശ്രമിക്കാറുണ്ട്. ദൈവം എന്നുള്ളൊരു വലിയ ശക്തി തന്നെയാണ് നമ്മുടെ ജീവിതം ഓരോ നിമിഷവും മുമ്പോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ഈശോയ്ക്ക് വേണ്ടിയിട്ട് പാടാൻ പറ്റുന്നതിലുള്ള ഒരു സന്തോഷം, ആനന്ദം എന്നൊക്കെ പറയണത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. ഒരുപക്ഷെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു സമ്മാനമായിരിക്കാം ആ കൊച്ചിൻ്റെ വിളിയും സിസ്റ്റർ ആൻറ്റി എന്ന് പറഞ്ഞൊരു വിളിയും. അതിൻ്റെ അപ്പുറം ഒന്നുമില്ല ആ കൊച്ചിന്. സിസ്റ്ററിൻ്റെ നല്ലൊരു മലയാള ഗാനമുണ്ട്, എന്തിനാണ് എന്നോട് ഇത്ര സ്നേഹം. ആ പാട്ടും ഒന്ന് പാടാമോ? ഓക്കെ.
കരതാരിൽ കരുതാനിതെന്തു കാരണം? എന്തിനാണിത്രയും സ്നേഹം എന്നോടെന്തിനാണിത്രയും കരുതൽ? ഒരു മൺകുടം പോൽ ഉടയും പൊഴുക്കിയും വീണ്ടും വാർക്കുവാൻ എന്തു കാരണം? എൻ്റെ ഈശോയെ, എന്നെ കരതാരിൽ കരുതാനിതെന്തു കാരണം? ഉള്ളിലെ മുള്ളെന്നെ നോവിച്ചിടുമ്പോൾ ഞാൻ വല്ലാത്ത ഭാരമേറ്റ് തളർന്നു വീഴുമ്പോൾ, ഉള്ളിലെ മുള്ളെന്നെ നോവിച്ചിടുമ്പോൾ ഞാൻ വല്ലാത്ത ഭാരമേറ്റു തളർന്നു വീഴുമ്പോൾ, കുഞ്ഞേ നിനക്കെന്റെ കൃപ മതിയെന്നരുളാനായി, കുഞ്ഞേ നിനക്കെന്റെ കൃപ മതിയെന്നരുളാനായി, ഈശോയേ, അകതാരിലെന്തു കാരണം? എന്നോടലിവോടെ അരുളാനിതെന്തു കാരണം? എന്തിനാണിത്രയും സ്നേഹം എന്നോടെന്തിനാണിത്രയും കരുതൽ? ഒരു മൺകുടം പോൽ ഉടയും പൊഴുക്കിയും വീണ്ടും വാർക്കുവാൻ എന്തു കാരണം? എൻ്റെ ഈശോയെ, എന്നെ കരതാരിൽ കരുതാനിതെന്തു കാരണം? നന്മകൾ ചെയ്യാൻ നിനച്ചിടുമ്പോഴും മനമറിയാതെ തിന്മകൾ കുതിച്ചു പോകുമ്പോൾ, നന്മകൾ ചെയ്യാൻ നിനച്ചിടുമ്പോഴും മനമറിയാതെ തിന്മകൾ കൊതിച്ചു പോകുമ്പോൾ, ചാരേയണഞ്ഞെന്നെ മാറോടണച്ചിടുവാൻ, ചാരേയണഞ്ഞെന്നെ മാറോടണച്ചിടുവാൻ, ഈശോയേ, അകതാരിലെന്തു കാരണം? എന്നെ കനിവോടെ തഴുകാനിതെന്തു കാരണം? എന്തിനാണിത്രയും സ്നേഹം എന്നോടെന്തിനാണിത്രയും കരുതൽ? ഒരു മൺകുടം പോൽ ഉടയും പൊഴുക്കിയും വീണ്ടും വാർക്കുവാൻ എന്തു കാരണം?
ഒരു രക്ഷയില്ല. കൈ നെഞ്ചത്തു നിന്ന് മാറ്റാൻ തോന്നിയാല. ഈശോയെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് വയ്ക്കാൻ തോന്നും. അസാധ്യമായിട്ട് പാടി, നല്ല ക്ലാരിറ്റി, നല്ല വോയിസ്, പിന്നെ വരികളൊക്കെ നല്ല വരികളും, ഓർക്കസ്ട്രേഷൻ സൂപ്പർ. ഇത് ആരൊക്കെയാണ് ഇതിൻ്റെ പിന്നിലുള്ളത് എന്ന് പറയാമോ? ഈ പാട്ട് നമ്മുടെ CMI സഭയിലെ ടിറ്റോ എന്ന് പറഞ്ഞിട്ടൊരു അച്ഛൻ്റെ, ചങ്ങനാശ്ശേരി പ്രൊവിൻസ് അച്ഛൻ്റെ ആണ് വരികളും സംഗീതവും ഒക്കെ. രണ്ടും അച്ഛൻ തന്നെ. അതെ അതെ അതെ. നല്ല പാട്ട് തീർച്ചയായും. അപ്പോൾ എന്താ പറയേണ്ടത്, ഭയങ്കര ഒരു അനുഗ്രഹ നിമിഷമാക്കി മാറ്റി സിസ്റ്റർ ഞങ്ങളെല്ലാവരെയും. അനുഗ്രഹമുള്ള ഒരു ദൈവകൃപയുള്ള ഒരു സിസ്റ്ററിന് മുമ്പിൽ ഇരിക്കും തന്നെ ഒരു ഭാഗ്യമായിട്ട് കണക്കാക്കിയാണ്. നിരവധിയായ പാട്ടുകൾ ഇനിയും ഒരുപാട് കാലങ്ങളായിട്ട് പാടട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ശബ്ദം ഒരിക്കലും മങ്ങാതെ, ഒരു കുറച്ച് പോലും പോകാതെ, ദൈവത്തിൻ്റെ സംരക്ഷണവും സാന്നിധ്യവും നിറവും സ്വർഗത്തിൻ്റെ ഒരു കൃപ എപ്പോഴും സിസ്റ്ററിനുണ്ടാകട്ടെന്ന് പ്രാർത്ഥിക്കുകയാണ്. മലയാളം മാത്രമല്ല, ഹിന്ദി, തെലുഗു, കന്നഡ, അതിൽ തീരില്ല. ഇനി നിരവധിയായിട്ടുള്ള ഭാഷകൾ പാടട്ടെ. ഇതൊരു പ്രേക്ഷിത വേലയാണ് പ്രിയപ്പെട്ട സിസ്റ്റർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പ്രേക്ഷിത വേല തന്നെയാണ് മറ്റു ഭാഷകളിലൂടെ പാടുക എന്ന് പറഞ്ഞാൽ. എനിക്ക് സന്തോഷമായി, തീർച്ചയായും പ്രേക്ഷകർക്കൊക്കെ വളരെ സന്തോഷമായി. എപ്പിസോഡ് ഹൃദയം നിറഞ്ഞു. അപ്പോൾ ഒത്തിരി നന്ദി പറയുകയാണ്. ദൈവം അനുഗ്രഹിക്കട്ടെ. താങ്ക് യു അച്ഛാ. ഇനി അച്ഛൻ്റെ ഒരു പാട്ടും കൂടി കേട്ടിട്ട് നമുക്ക് ഈ എപ്പിസോഡ് അവസാനിപ്പിക്കാം. യുവജനങ്ങൾക്ക് ഏറെ ഇഷ്ടപ്പെട്ട കെസ്റ്റേട്ടനൊരു പാട്ടുണ്ട്, യഹോവയീരെ ദാതാവാൻ ദൈവം. ആ പാട്ട് ഞാനൊന്ന് പാടാം. യഹോവയീരെ ദാതാവാം ദൈവം, നീ മാത്രം മതി എനിക്ക്. യഹോവ റാഫ, സൗഖ്യദായകൻ, തന്നടിപ്പിണരാൽ സൗഖ്യം. യഹോവ ശമ്മ, കൂടെയിരിക്കും, നൽകുമവൻ ആവശ്യങ്ങൾ. നീ മാത്രം മതി, നീ മാത്രം മതി, നീ മാത്രം മതി എനിക്ക്. നീ മാത്രം മതി, നീ മാത്രം മതി, നീ മാത്രം മതി എനിക്ക്. യഹോവ എലോഹിം, സ്രഷ്ടാവാം ദൈവം, നിൻ വചനത്താലുളവായെല്ലാം. യഹോവ ഇല്യോ അത്യുന്നതൻ നീ, നിന്നെപ്പോലെ മറ്റാരുമില്ല. യഹോവ ശാലോം, എൻ സമാധാനം നൽകി നിൻ ശാന്തി എന്നിൽ. നീ മാത്രം മതി, നീ മാത്രം മതി, നീ മാത്രം മതി എനിക്ക്. നീ മാത്രം മതി, നീ മാത്രം മതി, നീ മാത്രം മതി എനിക്ക്. യഹോവയീരെ ദാതാവാം ദൈവം, നീ മാത്രം മതി എനിക്ക്. യഹോവ റാഫ, സൗഖ്യദായകൻ, തന്നടിപ്പിണരാൽ സൗഖ്യം. യഹോവ ശമ്മ, കൂടെയിരിക്കും, നൽകുമവൻ ആവശ്യങ്ങൾ. നീ മാത്രം മതി, നീ മാത്രം മതി, നീ മാത്രം മതി എനിക്ക്.
നീ മാത്രം മതി, നീ മാത്രം മതി, നീ മാത്രം മതി എനിക്ക്. ശരിക്കും പറഞ്ഞ് യേശുവിൽ ഇങ്ങനെ ലയിച്ചിരിക്കാനായിട്ട് പറ്റി. കാരണം പാടുന്നവൻ ഇരട്ടി പ്രാർത്ഥിക്കും എന്നുള്ളവരാണ്. പിന്നെ അച്ഛൻ്റെ സ്വരവും കൂടി ആയപ്പോഴത്തേക്കും ദൈവത്തിന് ഒത്തിരി നന്ദി പറയുന്നു. അച്ഛൻ മനോഹരമായിട്ട് പാടി. താങ്ക് യു സിസ്റ്ററെ. ഇപ്പോൾ ഒരിക്കൽ കൂടി സ്നേഹത്തിൻ്റെ ഭാഷയിൽ വളരെ സന്തോഷത്തോടു കൂടി ഈ സാന്നിധ്യത്തിന്, ദൈവ അനുഗ്രഹത്തിന് നന്ദി പറയുകയാണ്. കൂടുതൽ അനുഗ്രഹങ്ങൾ ധാരാളമായിട്ട് സിസ്റ്ററിനുണ്ടാകട്ടെ എന്ന് ഞാൻ പ്രേക്ഷകരുടെ കൂടെ ചേർന്ന് പറയുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. താങ്ക് യു അച്ഛാ. ഹെവൻലി മെലോഡീസിൻ്റെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇനി അടുത്ത എപ്പിസോഡിൽ പുതിയ പാട്ടുകളും പുതിയ വിശേഷങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നന്ദി. ಓ ನನ್ನ ಯೇಸುವೇ, ನಿನ್ನೊಂದಿಗೆ ಜೀವಿಸಲು ನನ್ನಾತ್ಮವು ಹರ್ಷಿಸಿದೆ, ಆನಂದದಿ ನಲಿ